പറഞ്ഞത് കാരണം എനിക്ക് 2 ഹായ് ഹലോ ഗായ്സ് അപ്പം നമ്മളിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അതുപോലെ വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓസ്കാർ ജേതാവും പ്രശസ്ത എഴുത്തുകാരിയുമായ ഡയാനയെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മാഡത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ അത് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഈ വായനക്കാർക്ക് ആ ഒരു അനുഭൂതി എങ്കിലും തന്നില്ലെങ്കിൽ പ്ലീസ് മാഡം. ഞാൻ എത്ര നാളായി ഇങ്ങനെ കണ്ണട വെച്ചിട്ട് കണ്ണ് കാണുന്നില്ല. ഇങ്ങനെ ചിരിക്കാൻ പാടില്ല. ഇത്രയും വലിയൊരു വ്യക്തിത്വം മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയാണോ ഒരാളെ സ്വീകരിക്കേണ്ടത്? മാഡത്തിന്റെ ആ സ്കൂൾ ജീവിതവും പിന്നെ ഓസ്കാർ ലൈഫും എഴുത്ത് ലൈഫും കേൾക്കാൻ ഒരുപാട് ആഗ്രഹം എന്നെ പോലെ തന്നെ ഒരുപാട് പ്രേക്ഷകർക്കുണ്ട്. കണ്ണട ഒന്ന് മാറ്റി തരുമോ? പ്ലീസ് മാഡം, അത് മേഡം മാത്രം വിചാരിച്ചാലാണ് സാധിക്കുകയുള്ളൂ. എന്താണ് ഞാൻ വളരെ ദൂരം കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നത്. മേഡത്തിന്റെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ അതിനു വേണ്ടി മാത്രം. എനിക്ക് സമയം വളരെ ലിമിറ്റാണ്. നിങ്ങൾ ഇത്രയും കാല് പിടിച്ച് പറയുന്നത് കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു 5 minutes നിങ്ങൾക്ക് വേണ്ടി തരാം. ഓ താങ്ക് യു സോ മച്ച്. എന്നെ ഇവിടെ ക്യാമറ വെയിറ്റിംഗ് ആണ്. എനിക്ക് ഇനി അടുത്തായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. പിന്നെ ഞാൻ ഫുൾ ബിസിയാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വന്ന് ദൂരെന്ന് പറയുമ്പോ എവിടുന്നാ? ഞാൻ വളരെ ദൂരെന്നാണ് മാഡം. ഓ വളരെ ദൂരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ദൂരെ. ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഇന്ത്യക്കാരനാണ്. അപ്പം ഞാൻ എൻ്റെ ഭാഷ ഞാൻ കേരളീയനാണ്. മലയാളത്തെ ഒരുപാട് സ്നേഹിക്കുന്നു. അപ്പം മാഡത്തിനാണല്ലോ ഇപ്രാവശ്യത്തെ ഓസ്കാർ എല്ലാം കിട്ടിയിട്ടുള്ളത്. അതെ അതെ. അപ്പൊ നമ്മുടെ ആ ഒരു എഴുത്തിനോടും വായനയോടും ഒക്കെ ഒരുപാട് താല്പര്യമുണ്ട്. അപ്പൊ മേഡത്തിന്റെ സ്കൂൾ ജീവിതവും അതുപോലെ തന്നെ മെയിൻലി ഞാനൊരു യൂട്യൂബറും കൂടിയാണ്. എനിക്ക് ആ ഒരു അനുഭൂതി പ്രേക്ഷകരിലും എത്തിക്കണം. എനിക്കും അറിയാൻ ഒരുപാട് താല്പര്യമുണ്ട്. അപ്പൊ അതറിയാൻ വേണ്ടിയാണ് മേഡത്തിന്റെ അടുത്തേക്ക് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി ഉണ്ടാകുമോ? ഓ തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾ ഇത്രയും കാലം പിടിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിനിയിപ്പം കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ മാറ്റി വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് എന്നിൽ നിന്ന് അറിയാൻ താല്പര്യം? മേഡത്തിന്റെ +1 +2 ലൈഫ്, അതുപോലെ മേഡത്തിന്റെ ഒരു കലാജീവിതം, എഴുത്ത്, വായന ഇതെല്ലാം അറിഞ്ഞാൽ ഒരുപാട് നന്നായിരുന്നു എന്ന ആഗ്രഹം. ഓ, മേഡത്തിന്റെ പേര് കറക്റ്റായി ആദ്യം ഒന്ന് പറയാമോ? എന്റെ പേര് നമുക്ക് ശരി, നമുക്ക് ഇരുന്ന് നിന്നും അടുത്തു, കണ്ണും കാണുന്നില്ല. മാഡം ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ. മേഡത്തിന്റെ പേര്? എന്റെ പേര് ഡയാന ലിയാൻ റെയ്ന എന്നാണ്. ഓക്കെ. മേഡത്തിന്റെ സ്വദേശം? ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. വയനാടാണ് എന്റെ സ്വദേശം. വയനാടിന്റെ പച്ചപ്പും വയനാടിന്റെ തണുപ്പും, അവിടുത്തെ തണുപ്പില്ലാതെ നമുക്ക് പറ്റൂല, ആ അവസ്ഥയാണ്. അപ്പൊ വയനാടിൻ മലനിരകളിൽ നിന്നാണ് അവിടുത്തെ തണുപ്പും അവിടുത്തെ കാറ്റും അവിടുത്തെ പ്രകൃതി ഭംഗിയും എല്ലാം ആസ്വദിച്ച് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വയനാട്ടിൽ വന്നില്ലെങ്കിൽ വളരെ നഷ്ടമാണ്. കാരണം അവിടുത്തെ തണുപ്പും എല്ലാം നമ്മൾ തൊട്ടറിയണം. അതറിയണം. അതിൻ്റെതായ നാച്ചുറൽ അറിയാലോ. അതെ അതെ അതെ, ശരിക്കും പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ശരിക്കും നമുക്ക് ശുദ്ധവായു ലഭിക്കണമെങ്കിൽ വയനാട്ടിൽ തന്നെ വരണം. ഓക്കെ. മാഡം ഇവിടെ തന്നെ സെറ്റിൽഡ് ആണോ? അതെ അതെ. ഞാൻ ജനിച്ചത് ഇവിടെയാണ്. എന്റെ നാട് ഇവിടെയാണ്. പക്ഷെ എന്റെ പൂർവികരൊക്കെ വന്നിട്ട് കോട്ടയാണ്. ഓക്കെ. എന്റെ സംസാരം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഒരു കോട്ടയംകാരിയും കൂടി ആണല്ലേ? അപ്പൊ നമ്മൾ ഒരുപാട് സന്തോഷം. എന്താ പറയാ, ഞാനും ഒരു കോട്ടയംകാരി. നമ്മൾ ശരിക്കും കുടിയേറ്റക്കാർ തന്നെ പറയണം. പക്ഷെ പണ്ടുള്ളവർ കേട്ടോ, അതായത് നമ്മുടെ പൂർവികന്മാര്. നമ്മൾ ഇങ്ങോട്ട് വന്ന് ഞാൻ ജനിച്ചതൊക്കെ ഇവിടെയാണ്. നമ്മുടെ അമ്മാവോട് അച്ചാവോടോ അവരൊക്കെ ആണല്ലേ? ഓക്കെ, ഒരുപാട് സന്തോഷം. എങ്ങനെയായിരുന്നു മാഡത്തിന്റെ ഒരു സ്കൂൾ ജീവിതം എന്ന് പറയുന്നത്? സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. പക്ഷെ അറിയാലോ, എവിടെയും ഒരു ദുഃഖം ഉണ്ടാകൂലോ. അതെ അതെ. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ LKG ഞാൻ പഠിക്കുന്നൊക്കെ ടൈമിൽ അതായത് നമ്മള് നഴ്സറി കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ റൗഡിയായിരുന്നു. ഓ, റൗഡി ബേബി ആയിരുന്നു. പിന്നെ ഞാൻ ഹൈസ്കൂളൊക്കെ എത്തിയപ്പോഴേക്കും സാഹചര്യം കാരണം ടീച്ചർമാരും കുട്ടികളൊക്കെ കാരണം ഒരുപാട് വേദനകൾ ഞാൻ ഹൈസ്കൂൾ ടൈമിലാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ദുഃഖത്തിന്റെ വഴിയിൽ കൂടെ അതായത് അതാണ് മേഡത്തിന്റെ എഴുത്തുകളിൽ അത് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ
നീറിയാണ് ഓരോ ദിവസവും ഞാൻ മുമ്പോട്ട് നീക്കിയിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് എന്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്. അപ്പം എന്താ പറയാ, ഓരോരുത്തർ ഇങ്ങനെ വരുമ്പം എനിക്ക് സമയമുള്ളപ്പോ ഞാൻ അവരോട് പറയും, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്താ പറയാ ബുക്കുകളിലൂടെ എഴുതും. എഴുതി തീർക്കുന്നു വേദനകളും സന്തോഷവും ദുഃഖവും എല്ലാം എഴുതി തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം, അത് ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് 1 by 1 ആയിട്ട് നമുക്കിനി ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പറയാനും അറിയാനൊക്കെ ഉണ്ട്. അപ്പം പിന്നെ എന്റെ ഏറ്റവും സ്കൂൾ ലൈഫിൽ എനിക്ക് ഏറ്റവും ഞാൻ അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ +1 +2 കാലഘട്ടം. അത് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് രസമായിരുന്നു. വളരെ രസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഗംഭീരമായ. കാരണം അത്രയും നാൾ അനുഭവിച്ച വേദനകളെല്ലാം കൂടി 2 വർഷം ദൈവം വായിച്ചു കളഞ്ഞു. അത്രയ്ക്ക് സന്തോഷകരമായ കാര്യം തന്നെയാണ്. മേഡത്തിന്റെ കയ്യിൽ എന്താ, ഡയറിയാണോ? ഡയറി എപ്പോഴും കൊണ്ട് നടക്കാറുണ്ട്? എന്റെ ഡയറി, അതെ, എന്ത് കാര്യം കണ്ടാലും ഞാൻ ഇതിൽ നോട്ട് ചെയ്യും. പിന്നെ കുറച്ചുകൊണ്ടിട്ടില്ല എന്ത് കാര്യം. മേഡം ഭയങ്കര ഫണ്ണി ആണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഫണ്ണിയാണ്, സീരിയസ് ആണെന്നും കേട്ടിട്ടുണ്ട്. അതെ, സീരിയസ് ആവേണ്ട സ്ഥാനത്ത് ഞാൻ സീരിയസ് ആവും, ഫണ്ണി ആവേണ്ട സ്ഥാനത്ത് ഞാൻ ഫണ്ണി ആവും. അല്ലാതെ വെറുതെ കിടന്ന് ഫണ്ണി ആവാ, വെറുതെ കിടന്ന് സീരിയസ് ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ വെറുതെ കിടന്ന് ഫണ്ണി ആവും. എല്ലാവരും ചിരിപ്പിക്കുന്നത് എന്റെ ഒരു സ്വഭാവമാണ്. പക്ഷെ ചിരിക്കാത്തവരെ എന്ത് ചെയ്യാൻ, ആട് ചിരിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ തമാശകൾ കാണിക്കുമ്പോൾ അവരെ അറിയാതെ ചിരിച്ചു പോകും. അതെന്റെ കുറ്റല്ലല്ലോ. അതെ അതെ, ശരിയാണ്. അതെ, മേഡം ഭയങ്കര തമാശയാണ് കേട്ടോ, എനിക്കും ചിരി വരുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് മേഡത്തിന്റെ +2 ലൈഫിനെ പറ്റിയാണ്. ഏകദേശം നമ്മുടെ ഒരു കോളേജ് ആ ഒരു മധുര 17-18 വയസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ +1 +2 എത്തുമ്പോഴാണല്ലോ, അവിടെ നിന്നാണല്ലോ നമ്മുടെ കോളേജ് കാലഘട്ടവും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു മേഡം എഴുത്തിലേക്ക് വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താന്ന് പറയുമോ? മെയിനായിട്ടും ടീച്ചർമാരും കുട്ടികളും തന്നെയാണ്. കാരണം എന്റെ വേദനകൾ എനിക്ക് എല്ലാരെയും അറിയിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് എഴുത്തുകളിലൂടെയും അതുപോലെ തന്നെ കവിതകളിലൂടെയും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ എല്ലാരെയും അറിയിച്ചു. പിന്നെന്ന് പറയുമ്പം ഒരുപാട് കാര്യങ്ങളും കൊണ്ട് എന്നെ എന്നും ഞാൻ കരയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല, കുട്ടികളും ടീച്ചർമാരും കാരണം. എന്നും ഞാൻ നീറിയാണ് ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. 1 by 1 ആയിട്ട് നമുക്കറിയാം, ഓരോന്നായിട്ട് നമുക്ക് മുമ്പോട്ട് നമുക്ക് അറിയാം. ശരി. അപ്പൊ +1 +2 കാലഘട്ടം, സ്കൂൾ കാലഘട്ടം എങ്ങനെയായിരുന്നു? +1 +2 നിങ്ങൾക്കിപ്പം ഏതാണ് ശരിക്കും അറിയേണ്ടത്? എങ്ങനെ? എനിക്ക് മേഡത്തിന്റെ ആ ഒരു +1 +2 കാലഘട്ടമാണ് സന്തോഷമുള്ള കാലഘട്ടമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ? ഓക്കെ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ 1 by 1 ആയിട്ട് പിന്നെ പറയാം. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കാണാൻ വന്നോളൂ. ഇന്ന് എനിക്ക് സമയം ഭയങ്കര ഞാൻ പറഞ്ഞില്ല, എനിക്ക് അടുത്ത ഇന്റർവ്യൂക്ക് പോകണം, പിന്നെ ഷോയും ഉണ്ട്. അപ്പൊ ഞാൻ +1 +2 കാലഘട്ടത്തിനെ പറ്റിയിട്ട് ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഓക്കെ. അപ്പൊ അത് കൂടുതലായിട്ടുള്ളത് എന്റെ ഈ ഡയറിയാണ്. എന്റെ ഈ ഡയറിയിലാണ് അതെല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. അതാണ് എന്നും ഈ ഡയറിയാണോ എന്നും കൂടെ കൊണ്ട് നടക്കുന്നത്? അതെ അതെ അതെ, എല്ലാ കാര്യങ്ങളും കുറിക്കാറുണ്ടോ? അതെ, തീർച്ചയായിട്ടും. എന്റെ കണ്ണീര് വീണ ഡയറിയാണ്. ഇതിനകത്ത് ഞാൻ വിഷമിച്ച കാര്യങ്ങളും ഞാൻ സന്തോഷിച്ച കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം, എല്ലാം വലിച്ചു വാരിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതാ ഇഷ്ടം പോലെ പേജസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ കുറെ കുറിപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഓക്കെ, താങ്ക് യു മാഡം. അപ്പം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. അപ്പം മാഡത്തിന്റെ ആ ഒരു ലൈഫ്, +1 +2 ലൈഫിനെ പറ്റി ഒരു ചുരുക്കമായിട്ടുള്ളൊരു വിവരണം മാഡത്തിന് തരാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഞാൻ ആഗ്രഹിച്ചിരുന്നത് എനിക്ക് അടുത്തുള്ള സ്കൂളിലൊന്നും ദൈവജീവിതം കിട്ടരുത്, കുറച്ച് അകലെയുള്ള സ്കൂളുകളും അതുപോലെ തന്നെ എന്റെ കൂടെ പഠിച്ച ഒരു ആൾക്കാരുടെ മുഖം എനിക്ക് ഇനി കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഒരുത്തരുടെ മുഖം ദൈവജീവിത ദൈവമേ എന്നെ കാണിച്ചേക്കരുത്, അങ്ങനെയുള്ള സ്കൂളിലേക്ക് എനിക്ക് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ ടീച്ചർമാരും പഠിച്ച സ്കൂളിൽ നിന്നായാലും പറഞ്ഞിട്ടുണ്ട്, നന്നായി പഠിച്ചാലാണ് നല്ല സ്കൂളിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്കൂളിൽ കിട്ടാതെ വീട്ടിൽ പാത്രം കഴുകി ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഫുൾ എ പ്ലസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം സ്കൂളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് നമുക്ക് ദൂരേക്ക് കിട്ടുന്നു എന്നുള്ള ഒരു രീതിയാണ്. എന്താ, അതൊരു സ്കൂൾ തന്നെയല്ലേ, അവിടെ പഠിക്കുന്നത് ഈ കുട്ടികൾ തന്നെയല്ല. ഫുൾ A+ കിട്ടിയവർക്ക് മാത്രമാണോ ഭാവിയുള്ളൂ? അല്ല, അങ്ങനെ ഫുൾ A+ കിട്ടിയവർക്ക് മാത്രമാണ് ഭാവി എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. കാരണം മേഡം എന്ന് പറഞ്ഞ ഒരാള് ഇപ്പം ഫുൾ A+ന്റെ കാര്യം പറഞ്ഞു. മേഡം തെളിയിച്ചിട്ടുണ്ട് മേഡത്തിന്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് എന്തും സാധിക്കും. അതിപ്പോ 10ാം ക്ലാസ്സിലെ ഫുൾ A+ അല്ലെങ്കിൽ +2 ഫുൾ A+ മാർക്ക് നോക്കിയല്ല നമ്മുടെ ഭാവി ഇരിക്കുന്നത്. അതൊന്നും നമ്മുടെ, അതൊക്കെ സത്യം പറഞ്ഞാലുണ്ടല്ലോ, അതൊന്നും ഒന്നും അല്ല. ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ മാർക്ക് കൂട്ടി വെക്കുക, കുറെ 24 മണിക്കൂർ ഇരുന്ന് പഠിക്കുക, 24 മണിക്കൂർ വിഷമിക്കാന്നൊന്നും പറയുന്നത് ഒരു ജീവിതമേ അല്ല. നമ്മൾ ലൈഫ് ആസ്വദിക്കുക, എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ലൈഫ് മുന്നോട്ട് എല്ലാം എൻജോയ് ചെയ്യുക. അല്ലാതെ
24 മണിക്കൂറും പഠിച്ചും എപ്പോഴും മാർക്ക് വാങ്ങണം, മാർക്കിനെ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് വെറുതെ സ്പോയിലായി പോവുള്ളൂ. അത് ഇപ്പൊ നമുക്കത് മനസ്സിലാവില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ്, അതായത് ഒരു 40-50 വയസ്സാകുമ്പോഴാണ് കഴിഞ്ഞു പോയ കാലത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. അത് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത്, ഇത്രയും മാർക്ക് എന്തിനാണ് വാങ്ങിയത്, അന്നൊന്നും ഒരു കാര്യങ്ങൾക്കും എൻജോയ് ചെയ്യാതെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്താണ് നേടിയെന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വരും. നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫുൾ ഇൻവോൾവ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെയാണ് മനസ്സിലാവുക. കാരണം ഞാനിപ്പോൾ അത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു ആഭിമുഖ്യത്തിലാണ് ഞാനത് പറയുന്നത്. അപ്പം നമുക്ക് എന്നാല് നമ്മുടെ ഡയറിയിലേക്ക് കിടക്കാം. മാഡത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് +1 +2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഫുൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. കൂടുതലും ഞാൻ ഗേൾസിനോടല്ലായിരുന്നു ഞാൻ കമ്പനി. എനിക്ക് ബോയ് ഫ്രണ്ട്സ് ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഞാൻ സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് എനിക്ക് അതായത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് ഡേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചെല്ലുന്നത്. ലേറ്റ് ആയി വന്ന് ലേറ്റസ്റ്റ് ആയി പോയി. അതാണ് സംഭവം. ക്ലാസ്സിലേക്ക് ഞാൻ എൻ്റർ ചെയ്തു. നോക്കുമ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും വന്നിരിക്കുന്നു. ടീച്ചേഴ്സ് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നു. ഞാനൊരു മാസം എൻ്റർ ചെയ്തിട്ടാണ് ഗേൾസ് പോയത്. നോക്കുമ്പോൾ എൻ്റെ ഗേൾസ് സൈഡും ബോയ്സ് സൈഡും ഫുള്ള്. ബോയ്സിന്റെ ബാക്കിൽ മാത്രം 2 ബെഞ്ച് കാലി. എല്ലാരും ഗേൾസിന്റെ സൈഡിലൊക്കെയാണ് തിങ്ങി ഞെരിഞ്ഞ് ഒരു 10 പേരൊക്കെ ഒന്നിച്ചാണ് ഇരിക്കുന്നത്. നമുക്കൊരു തിങ്ങി ഞെരിഞ്ഞ് ഇരിക്കാനും ശ്വാസം വിടാനും പോലും പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇരിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ബോയ്സിന്റെ തൊട്ട് ബാക്കിൽ അവിടെ ഇരിക്കാൻ സ്ഥലമല്ല, അല്ല ടീച്ചർമാർ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഏറ്റവും ബാക്കിൽ പോയിരുന്നു. പിന്നെ അറിയാലോ, പോയിരിക്കുമ്പോഴേക്കും പിന്നെ എല്ലാരും നോട്ടായി, ചിരിയായി, വിളിക്കലായി. പിന്നെ അതിന് ശേഷം പിന്നെ കുട്ടികളൊന്നും അങ്ങനെ മിണ്ടാനും നിന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് കുറച്ചു പേരോടൊക്കെ മിണ്ടി. പിന്നെ അങ്ങനെ ഒന്നും അവരെ കാണുന്നു, അങ്ങനെ മിങ്കിളായി. ഒരു ഗ്യാങ്ങിന്റെ ഒപ്പം ഞാനായി. ഞാൻ പോകുന്നതല്ല, അവരെന്നെ കൂട്ടിക്കൊണ്ട് പോകും. കാണുമ്പോ അറിയാലോ, നമ്മള് കാണുമ്പോ നമ്മളെ കൂടെ വരും. ഇന്റർവെൽ അങ്ങനെ കമ്പനി ആയി എല്ലാവരോടും. അങ്ങനെ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പം ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാകും, അല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടാവും. ഏതായിരുന്നു അധികം ഉണ്ടായിരുന്നത്? ടോക്സിക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൈൻഡ് ആക്കൂല. ഒന്നാമത്തെ കാര്യം അങ്ങനെ ഇല്ല എന്നല്ല, അങ്ങനെ ഉണ്ട്. ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവര് പറയുന്ന കാര്യങ്ങളും അവര് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ആക്കില്ല. എന്നെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ മാത്രം ഞാൻ ചോദ്യം ചെയ്യും, പറയും. പരമാവധി ഞാൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ വേണം, അങ്ങനെ ആവരുത് എന്നൊക്കെ പറഞ്ഞിട്ടും അവർക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? പിന്നെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അവരിൽ നിന്ന് കണ്ടിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ആയില്ലെങ്കിൽ ഞാൻ ആ കൂട്ടം അവിടെ വെച്ച് നിർത്തുകയും ചെയ്യും. കാരണം നമുക്കും കൂടെ അത് അപകടമാണ്. പറഞ്ഞിട്ട് മനസ്സിലായില്ലേ പിന്നെ അവരുടെ ഓരോരുത്തർക്ക് ജന്മന ഓരോ സ്വഭാവങ്ങളുണ്ട്, അല്ലേ? അതെ. പിന്നെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന സ്വഭാവമുണ്ട്, സ്കൂളിൽ നിന്ന് പഠിക്കുന്ന സ്വഭാവമുണ്ട്. വീട്ടിൽ നിന്നാണ് ഓരോ വ്യക്തി നന്നായി രൂപപ്പെടുക എന്ന് മേഡത്തിന്റെ എഴുത്തുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വലിയൊരു പോയിന്റ് ആണ്. അത് നമുക്ക് കണ്ടു നമുക്ക് മനസ്സിലാകും. ഓക്കെ. അപ്പൊ അങ്ങനെയായിരുന്നു ഫ്രണ്ട്സിന്റെ കാര്യം എന്ന് പറയുമ്പം. ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? ടീച്ചർമാര് എന്ന് പറയുമ്പം അധ്യാപകര്, നമ്മളെ ഒരുപാട് അറിവുകളെല്ലാം പറഞ്ഞു തരുന്നവര്, അവരെ പറ്റി ഇപ്പൊ ഓർക്കുമ്പോൾ മേഡത്തിന് എന്താണ് തോന്നുന്നത്? ഒരു രക്ഷയില്ല. എന്റെ ടീച്ചർമാരൊക്കെ വളരെ നല്ല ടീച്ചർമാരായിരുന്നു. എനിക്ക് ഓരോരുത്തരായിട്ട് ഇപ്പൊ എടുത്തു പറയാൻ കഴിയില്ല. കാരണം എല്ലാ ടീച്ചർമാരും വളരെ സ്നേഹമുള്ള ടീച്ചർമാർ, എസ്പെഷ്യലി +1 +2 ടീച്ചേഴ്സ്. പറയാതിരിക്കാൻ വയ്യ. നല്ല ടീച്ചർമാരായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു, പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഫ്രണ്ട്ലിയായിരുന്നു. ഞാൻ ഉള്ള കാര്യം ഞാൻ ഉള്ള പോലെ പറയാം. എന്റെ എഴുത്തുകളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പറയും. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. എഴുത്തുകളിലൂടെ തന്നെ സ്വന്തം അഭിപ്രായത്തെ മേഡം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പം എവിടെയും നല്ലതും ചീത്തയും ഉണ്ട്. അതിപ്പോ കുട്ടികളിലായാലും അതെ, പാരന്റ്സിലായാലും അതെ, ടീച്ചേഴ്സിലായാലും അതെ, എല്ലായിടത്തും നല്ലതും ചീത്തയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ കുട്ടികളുടെ ആയാലും ടീച്ചർമാരുടെ ആയാലും ക്രൂരതകൾ അതെ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ മാഡം പറഞ്ഞു, ഒരു 5 മുതൽ 10 ക്ലാസ് വരെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയതെന്ന്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ അതിൽ വെച്ച് നോക്കുമ്പോൾ +1 +2 വളരെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. ഫ്രണ്ട്സ് എല്ലാരും അടിപൊളിയായിരുന്നു, ഭയങ്കര സ്നേഹമുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ തുറന്ന് ഞാൻ പറയും. അപ്പം ഒരു രക്ഷയില്ലായിരുന്നു. ഇതുവരെ ഒരു ടീച്ചർ പോലും +1 +2 എന്നെ അടിച്ചിട്ടില്ല. അത് ഭയങ്കര അത്ഭുതമാണ്. പിന്നെ
ഞാൻ അടി വാങ്ങാനുള്ള കാര്യങ്ങൾ ഒപ്പിച്ചാലാണല്ലോ നമുക്ക് സാധാരണ അടി കിട്ടുക. പിന്നെ ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് നമ്മളെ തല്ലാനും വഴക്ക് പറയാനൊക്കെ വരാം. പണ്ട് പിന്നെ ഗുസ്തി കൂടിയിട്ടാണ് അടി കുടിച്ചത് നമുക്ക് ഓർക്കാം. ഒരു 10 അടിയും 10 നുള്ളിപ്പറിയൊക്കെ കിട്ടാറുണ്ട് സ്കൂളിൽ നിന്ന്. ഓ മേഡം, അങ്ങനെ ലാസ്റ്റ് അടിക്ക് എനിക്ക് പനിയും പിടിച്ചു. അതൊരു വലിയ കഥയാണ്. ലാസ്റ്റ് ഒരു അടിക്ക് എനിക്ക് ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എനിക്ക് എന്നെ അടിച്ച് എനിക്ക് പനി പിടിച്ച് ഞാൻ സ്കൂളിൽ പോയില്ല. പിന്നെ അതൊരു ചെറിയ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു മിസ് വന്നിട്ട് എന്നെ നുള്ളിപ്പറിച്ച് യൂണിഫോമിൽ ബ്ലഡായി. പിന്നെ അത് അടുത്തൊരു പ്രശ്നം. മെയിൻ ആയിട്ട് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ആ സ്കൂള് മാറി. പിന്നെ ഒരു സ്കൂളിൽ വന്നു. ആ സ്കൂളിൽ നിന്ന് അതിലപ്പുറം. അപ്പൊ ആ ഒരു സ്കൂൾ ലൈഫ് എനിക്ക് ചിന്തിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. +1 +2 മാത്രമാണ് സന്തോഷകരമായ ഒരു ലൈഫ്. പിന്നെ അതിന് ശേഷമാണല്ലോ കോളേജ് കാലഘട്ടവും എല്ലാം വരുന്നത്. അതിന്റെ ഇടയ്ക്ക് മാഡം ഒരു യൂട്യൂബർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ മാഡം വീഡിയോസിലെല്ലാം ആക്റ്റീവ് തന്നെയാണ്. ട്രാവൽ വ്ലോഗുകളും അതുപോലെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നതെല്ലാം സ്വന്തം അനുഭവങ്ങളും എല്ലാം മാഡം എടുത്ത് കാണിച്ചിട്ടുള്ള കാര്യം അറിയാം. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മാഡം എഴുതുമ്പോൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാഡത്തിന്റെ ആ ഭാഷാ ശൈലിയും പിന്നെ സ്വന്തം അഭിപ്രായം നല്ല മോഡുലേഷൻ ചെയ്ത് നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ സ്വന്തം അനുഭവം മാഡം എഴുതിയ പോലെയാണ്. നമ്മൾ അതിലൂടെ നമ്മൾ കടന്നു പോകുന്ന രീതിയിൽ നമ്മുടെ വായനക്കാരെ നമ്മൾ കൊണ്ടുവരണം. അപ്പൊ സ്വന്തം അനുഭവത്തെയാണ് മാഡം അധികം എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ഒക്കെ. അപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു നോവല്, കഴിഞ്ഞ വർഷം ഇറങ്ങിയ നോവലിനാണ് ഈ വർഷത്തെ ഓസ്കാർ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനെപ്പറ്റി മാഡത്തിന് എന്താണ് പറയാനുള്ളത്? അതിനെപ്പറ്റി പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ അനുഭവിച്ചതാണ് ഓരോന്നും ഞാൻ എടുത്ത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് ഓരോരുത്തർ വായിക്കുമ്പോഴും അവരിൽ എത്രമാത്രം മാറ്റം ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകും. അപ്പം എന്താ പറയാ, നമ്മുടെ വായിക്കും തോറും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. അതെ 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 അതെ. അപ്പൊ ഓരോരുത്തരെയും ഇപ്പം വായന അന്യം നിന്ന് പോവാണ്. അതെ. അപ്പം നമുക്ക് ലൈഫിൽ വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. മാഡം ഒരു ബുക്സ് ഒക്കെ വായിക്കുന്ന ആളായിരുന്നു? അതെ, തീർച്ചയായിട്ടും. ബുക്സുകളെ സത്യം പറഞ്ഞാല് സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ബുക്കിനോട് കുറച്ച് അഡിക്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ബുക്കിൽ നിന്ന് ഞാൻ എങ്ങനെയോ തന്നെ വിട്ടുമാറി. സ്കൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങളിൽ മാത്രം ഇൻവോൾവ് ആയി. വേറെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ചെല്ലാതിരുന്നു. എങ്കിലും വീഡിയോ ജയിൽ സൈഡിലുണ്ടായിരുന്നു. പക്ഷെ വായനയിൽ നിന്ന് ഞാൻ സ്കൂളിലുള്ള കാര്യങ്ങൾ മാത്രം, വേറെ ബുക്സ് ഒന്നും ഞാൻ വായിക്കൂലായിരുന്നു. പിന്നെ എങ്ങനെയോ വീണ്ടും വായനയിലേക്ക് ആണെന്ന് മനസ്സിലാക്കി വീണ്ടും വായനയിലേക്ക് വന്നു. ഒത്തിരി പേരും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ സപ്പോർട്ട് കാരണം ഞാൻ അങ്ങനെ വായനയിലേക്ക് മാറി. വായിച്ച് വളർന്നു. വളർന്ന് പിന്നെ എഴുത്തിലേക്ക് വന്നു. എഴുത്തും വായനയുമായി എത്തി. ഇപ്പം എന്ത് തോന്നുന്നു ഈ ഒരു ലൈഫിനോട്? വളരെ സന്തോഷം തോന്നുന്നു. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഒരു വലിയൊരു പുരസ്കാരമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് കിട്ടുക എന്ന് പറയുന്നത്, അത് നമ്മുടെ കേരളത്തിലെ വയനാട്ടിലെ ഒരു വ്യക്തിക്ക് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. മാഡം അഭിമാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു മാഡം. ഇനി എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ മാഡത്തിനോട് ചോദിക്കാനുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയ്യോ മാഡം പോവല്ലേ മാഡം, ഒരു 5 മിനിറ്റ് കൂടി മതി മാഡം. സമയം ഇപ്പൊ തന്നെ 1:30 ആവാനായി. എനിക്ക് 2:30 എനിക്ക് മീറ്റിംഗ് ഉള്ളതാണ്. എനിക്ക് ഷൂട്ട് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കരുത് തന്നെ. പ്ലീസ് മാഡം, പ്ലീസ് മാഡം, പ്ലീസ് മാഡം. ഒരു 5 മിനിറ്റ് മാഡത്തിന്റെ ഡയറിയിലുള്ള മാഡം പറഞ്ഞിട്ടില്ലേ എന്തൊക്കെയോ കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ടെന്ന്, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാമോ? ഇനിയിപ്പോ പറയുമ്പം ഡയറിയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരക്കിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മാഡത്തിന്റെ പെയിന്റിങ്സ് ആണോ? ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് മാഡത്തിന്റെ പാറിപ്പറക്കുന്ന വിശാല മനസ്സുള്ള സ്ത്രീ എന്ന കൃതിയിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനാണ് മനുഷ്യനെ ചിരിപ്പിക്കുന്നത്? സോറി മാഡം, വിശാല മനസ്സുള്ള സ്ത്രീ പാറിപ്പറക്കുന്ന ഓർത്തപ്പോ ഞാൻ ചിരിച്ചതാണ്. ക്ഷമിക്കണം മാഡം. മാഡത്തിനെ മനസ്സിലാക്കുന്നു. ഞാൻ അപമര്യാദ എന്തെങ്കിലും ഇല്ല. അയ്യോ അങ്ങനെ പറയരുത്. ഓസ്കാർ കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അയ്യോ അങ്ങനെ പറയരുത്. ഞാൻ ആദ്യം മാഡത്തിന്റെ ഒരു കൃതിയായിട്ട് വായിച്ചതാണ്. എന്റെ വീട്ടുകാർക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാഡം, താങ്ക് യു മാഡം. പറയൂ. ദൈവമേ. ഓക്കെ മാഡം. പേടിച്ചോയോ?
ആ കൃതിയിൽ മേഡം ഇല്ല ഓക്കെ മേഡം, മേഡം ക്ഷമിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞാൻ ആ ഒരു കൃതിയിൽ മേഡത്തിന്റെ മേഡം തന്നെയാണ് ആ ബുക്ക് ഡിസൈൻ ചെയ്തതെന്നും അതുപോലെ ബുക്കിൽ വന്ന പെയിന്റിങ്സ് 2-3 പെയിന്റിങ്സ് ഓ മേഡം തന്നെയാണ് ആ ബുക്ക് മൊത്തത്തില് ബുക്കിന്റെ ആ ഒരു കവറും കാര്യങ്ങളും എല്ലാം ഡിസൈൻ ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? അപ്പൊ അതിൽ ഞാൻ ശ്രദ്ധിച്ച ഈ ഒരു പിക്ചർ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഫ്ലവറിന്റെ പിക്ചർ. അതെ, എന്റെ മമ്മേന്റെ, അതായത് എന്റെ മമ്മേന്റെ ഡാഡി, അതായത് എന്റെ പപ്പ എന്നാണ് നമ്മൾ വിളിക്കുക. പപ്പ എന്നാണ് വിളിക്കുക. ഓക്കെ, നന്നായിട്ട് ഡ്രോ ചെയ്യുമായിരുന്നു. ഓ, അപ്പൊ ആ ഒരു കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. മാഡം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല എന്നറിഞ്ഞു. ഇല്ല, മാരേജിനെ പറ്റി ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. മാഡത്തിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇങ്ങനെയൊക്കെ നിങ്ങൾ പബ്ലിക്കായിട്ട് വയസ്സ് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കിപ്പോ 55. ഓ 55 വയസ്സിൽ മാഡം ഇത്ര യങ്ങായിരിക്കാനുള്ള സീക്രട്ട് എന്താണ്? അത് ഒറ്റയൊന്നുള്ളൂ, ഞാൻ അതെന്റെ ലേഖനത്തിൽ ഒറ്റ വട്ടം മാത്രം ഞാൻ കുറിച്ചിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് മാഡത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പോകുമ്പോ തന്നു വിടണം. കാരണം അതിന്റെ ഒരു 2 കോപ്പി ഇവിടെ ഇരിപ്പുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, എക്സ്ട്രാ എന്നുള്ളത് എന്റെ ഭാഗ്യം. കാരണം ഞാൻ എഴുതിയ ബുക്കുകൾ എന്റെ അടുത്തും വേണമല്ലോ. ഓരോ കോപ്പികൾ കയ്യിൽ വെക്കാറുണ്ടോ? തീർച്ചയായിട്ടും അല്ലേ. ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പം ഇനി എന്നെ ചിരിപ്പിക്കുന്നു. സോറി മാഡം, ഇനി മാഡം പോവല്ലേ മാഡം, ആ ഒരു നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം. ഓക്കെ, മാഡത്തിന്റെ ഡയറിയിലുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഒപ്പാൻ ആഗ്രഹമുണ്ട്. ഇല്ല മേഡം അങ്ങനെ പറയരുത്. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഈ വയനാട്ടിൽ വരെ എത്താൻ ഒരുപാട് ട്രാവൽ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. എന്നോട് ഇങ്ങനെ പറയുന്നത് ശരിയാണോ മാഡം? ഒരു 5 മിനിറ്റോ? 5 മിനിറ്റ്. ഓക്കെ, താങ്ക് യു മാഡം. അപ്പം ഞാൻ നോക്കുന്നത് മാഡത്തിന്റെ ഡയറിയിലാണ്. ഒരുപാട് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടല്ലേ മാഡം? തീർച്ചയായിട്ടും. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്റെ മിമിക്രി, ഞാനൊരു മിമിക്രി ഞാൻ കേട്ടിട്ടുണ്ട്. മാഡം മാഡത്തിന്റെ ലേഖനത്തിൽ തന്നെ എന്താ കലയിനെ പറ്റി എഴുതിയ സമയത്ത് കലകൾ എന്താണ്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എന്താ പറയാ, ഒരുപാട് തിരിമറികൾ നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാല് സത്യം ചെയ്യുന്നവരുടെ ഒപ്പം സത്യത്തിന്റെ മുഖം വികൃതാണ്. സത്യം ചെയ്തതിനോടൊപ്പം ആരും നിൽക്കില്ല. എവിടെയും കള്ളത്തരങ്ങൾ ജയിക്കും. പക്ഷെ ഒരു ദിവസം സത്യം ജയിക്കും, അത് വൻ വിജയവുമായിരിക്കും. മാഡം ഒരു മിമിക്രി കലാകാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ സംസ്ഥാനതല മത്സരത്തില് മാഡത്തിന് സമ്മാനം സാധിച്ചു. വിജയിയാവാനും സാധിച്ചു. അത് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതെന്റെ മിമിക്രി ലിസ്റ്റാണ്. അതിപ്പോഴും മാഡം കൊണ്ട് നടക്കാറുണ്ടല്ലേ? തീർച്ചയായിട്ടും. മാഡം മിമിക്രി ഇപ്പൊ ചെയ്യാറുണ്ട് എങ്കിൽ 2 സൗണ്ട് എനിക്ക് വേണ്ടി മാത്രം ചെയ്യാമോ? നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കരുത്. എനിക്ക് സമയം. അയ്യോ ഇല്ല സോറി മാഡം. മാഡം വേണ്ട, അത് വേണ്ട. ഞാൻ പിന്നെ ഒരിക്കൽ വന്ന് മാഡത്തിന്റെ അടുത്ത് കോഴി. താങ്ക് യു മാഡം. പറഞ്ഞത് കാരണം എനിക്ക് 2 സോറി മാഡം. കണ്ണിന് എന്തെങ്കിലും വായിക്കുമ്പോഴും എഴുതുമ്പോഴും പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? അതാണ് കന്നഡ. ഇച്ചിരി കാഴ്ചശക്തി കൂടുതലാണ്. പവർ കുറയ്ക്കാനാണോ ഇപ്പം കാഴ്ചശക്തിയുടെ കന്നഡ വെച്ചിരിക്കുന്നത്? ഒരുപാട് സന്തോഷം. അപ്പൊ ഇതെന്താണ് മാഡം? ഓർമ്മകൾ അയവറക്കുന്നു. പറയാതിരിക്കാൻ പറ്റില്ല. സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു ചാടിയപ്പം. അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഒരു കൂട്ടം, നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അത് വലിയ സംഭവമായിരിക്കും, പക്ഷെ എനിക്കത് സംഭവമല്ല. ഒരു കൂട്ടം ആൺകുട്ടികളുടെ നടുക്ക് ഞാനൊരൊറ്റ പെൺകുട്ടി. ഞാൻ പക്ഷെ എന്നെ ഇതുവരെ പെണ്ണായിട്ടോ ആണായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ സ്കൂളിൽ നിന്ന് ചാടുകയാണ്. +1 പഠിക്കുമ്പോ വേറൊന്നിനും വേണ്ടിട്ടല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പുറത്തു പോവാൻ. അപ്പൊ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു? ഫ്രണ്ട്സ് എല്ലാരും കൂടി പ്ലാൻ ചെയ്തയാ. പ്ലാൻ ഇട്ട് സ്കൂളിൽ നിന്ന് ചാടി അവിടെ ഞാൻ പഠിച്ചതറിയാലോ. എന്റെ സ്കൂളിന് പുറത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഉച്ചക്ക് പൊറോട്ടയും ബീഫ് കറിയും കൊടുക്കുന്ന സ്ഥലമുണ്ട്. അടിപൊളിയാണ്. അവിടെ പോയി പറയുമ്പോ തന്നെ എന്റെ വായിൽ വെള്ളം വരുവാണ്. അതെ, ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക്. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്ത് ചാടി എല്ലാവരും
ഫുഡ് കഴിക്കുന്നിടത്ത് ഞാനും കഴിച്ചു. ഞാൻ മതിയാക്കി എല്ലാവർക്കും കൊടുത്തു. അത് പിന്നെ ഉള്ളതാണ്, ഫുഡ് കഴിക്കുമ്പോ ഞാൻ മതിയാക്കും. നിതാഹാരമാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ വയറിൽ എപ്പോഴും നമ്മളൊരു സ്ഥലം ബാക്കി വെക്കണം. 2 പൊറോട്ടൊന്നും പോവൂല. അങ്ങനെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പം ആ ഒരു ഇതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ സ്കൂളിന്റെ സൈഡിൽ ഒത്തിരി കടകളുണ്ട്, മിഠായി കടകള്. ആ മിഠായി കടയിൽ നിന്ന് വാങ്ങിയ മിഠായിന്റെ കവർ ഇത്. അപ്പൊ അതൊക്കെ മാഡത്തിന്റെ ഒരു കയ്യിൽ ഇപ്പോഴും മാഡം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പല ആൾക്കാരും അതൊന്നും, ചിലരുണ്ട് ഓർമ്മകളെല്ലാം സൂക്ഷിക്കുന്നവര്. മാഡത്തിനെ പോലെ ഒരാളുടെ കയ്യിൽ ഇപ്പോഴും ഇത് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇത് കണ്ടില്ലേ, ഇതാണ് ആ മിഠായിന്റെ കവറാണ്. എനിക്കത് ഇന്നും എനിക്ക് ഓർമ്മയാണ്. കാരണം അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂക്ഷിച്ചു വെച്ചത്. അങ്ങനെ അതിനുശേഷം എന്ത് സംഭവിച്ചു? ഫുഡൊക്കെ കഴിച്ച് മിഠായി എല്ലാം വാങ്ങിയതിന് ശേഷം ഫുഡ് കഴിച്ച് വരുന്ന വഴിക്കാണ് നമ്മൾ ആ കടയിൽ നിന്ന് മിഠായിയൊക്കെ വാങ്ങി ആ ഓർമ്മ. തിരിച്ചു വരുമ്പോഴാണ് സ്കൂളിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ പ്രിൻസിപ്പാളായിരുന്നു ഗേറ്റിന്റെ അടുത്ത്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്തു? ഒരിക്കലും അങ്ങനെ നിൽക്കാത്ത സാറാണ്. ആ ദിവസം വന്ന് ഞങ്ങളെ എല്ലാവരെയും നോക്കി. ഇത്രയും തോട്ടികളുടെ നടുക്ക് നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാനുണ്ട്. അവരുടെ തോളിൽ കൈ എത്തുന്നെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഗൈസ് ഞാൻ വരുന്നത്. ഇത് പെട്ടെന്ന് ഒരു പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ അവരെന്തൊക്കെയാ ഓർക്കല്ലേ? അതെ, പക്ഷേ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണല്ലോ, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ. ചങ്സ് ആയിരുന്നു. അങ്ങനെ ഗേറ്റിന്റെ അടുത്തെത്തി. കുറച്ച് പേര് പറമ്പിൽ കൂടി ഓടി, ഗ്രൗണ്ടിന്റെ വഴി ഓടി. അങ്ങനെ ഞാനും 2-3 പേര് മാത്രം സാറിന്റെ മുമ്പിൽ പെട്ടു. സ്കൂളിൽ ചേർന്നപ്പോഴേ എന്നെ നോട്ട് ചെയ്തിട്ടുള്ളതാ സാറ് വന്നപ്പോഴേ. പിന്നെ അതും കൂടി ആയപ്പോൾ പിന്നെ പറയണ്ടല്ലോ. എന്നോട് ചോദിച്ചു, മോൾ എവിടുന്നാ? ഞാൻ ഇവിടുന്നാ പറഞ്ഞു. അത് കഴിഞ്ഞ് പുറത്ത് പോയത് എന്തിനാന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഫുഡ് കഴിക്കാൻ പോയതാ. ഇങ്ങനെ പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ഓട്ടം വെച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ അയ്യോ പേടിച്ചോണ്ടെന്നല്ല, ഒന്നുമില്ല, ഫുഡ് കഴിക്കാൻ പോയതാ. ശരി. പിന്നെ കൂടുതൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിണ്ണാണം തുടങ്ങും, അറിയാലോ. ഇനി ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും പുറത്ത് പോകരുത് കേട്ടോന്ന്. ഞാൻ ഒറ്റയ്ക്കാണോ പോയത്? എൻ്റെ ഒപ്പം ഇവരെല്ലാരും ബൗൺസേഴ്സ് ആയിട്ടില്ലേ ഗൈസ്, അല്ലേ? പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നല്ലേ? ഇത്രയും പേര് എനിക്ക് കാവൽക്കാരായിട്ടുണ്ട്, എന്റെ ബോഡി ഗാർഡ്സ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം അല്ലേ? സാറിന് ഭയങ്കര പേടിയായി പോയി ഗൈസ്. എന്ത് ചെയ്യാനാ, അവരെന്തിനാണ് പേടിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മള് ഫുഡ് കഴിക്കാൻ പോയി, തിരിച്ചു വന്നു. അതെ, അത് കാണുമ്പോഴേക്കും ഭയങ്കര പേടിയാണ്. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴും ശരിയാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികളെല്ലാരും വഴി മാറി പോകുന്നു, വഴിതെറ്റി പോകുന്നു. അവർക്കൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാം അവർ സ്വന്തം തീരുമാനിക്കുന്ന പോലെയാണ്, അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് എന്റെ എഴുത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വായിച്ചിട്ടുണ്ട്. മാഡത്തിന്റെ കൃതികളെല്ലാം നമ്മൾ വായിക്കാറുണ്ടല്ലോ, വായനക്കാരാണല്ലോ. ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോരുത്തരെ കണ്ടാലും നമുക്ക് എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കാനുള്ള ബോധം ഇത് നമുക്ക് ഉണ്ടായിരിക്കണം. ഇത്രയാണ് മാഡത്തിന് പറയാനുള്ളത്. അപ്പൊ ആ ഒരു പൊറോട്ട കഴിക്കാൻ പോയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. സാർ ഇങ്ങനെ ഗേറ്റിന്റെ അടുത്ത് കൈയും ബാഗൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ കാണുവാണ്. പിന്നെ അടുത്തത് ഇത് പേപ്പർ കട്ടിങ്സ് ആണോ മാഡം? ഇത് പേപ്പർ കട്ടിങ്സ് അല്ല, ക്ലാസ് ടൈമിൽ ഇരിക്കുമ്പം ഫ്രണ്ട്സിന് ചുരുട്ടി എറിയുന്ന പേപ്പേഴ്സാണ്. അതെ, ഇത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളൊരു ബെഞ്ചിൽ ഇത്രയും പേരായിരുന്നത്. ഞങ്ങൾ 5 പേരായിരുന്നു. അപ്പൊ ഞങ്ങൾ 5 പേരുടെ ഫിംഗർ പ്രിന്റ് ആണിത്. ഫിംഗർ പ്രിന്റും ആ ഫിംഗർ പ്രിന്റില് ഓരോരുത്തരെയും ഡെവിലിന്റെ രീതിയിൽ വരച്ചേക്കുന്ന ഇത് 2024, അതായത് January 16
ഓക്കെ. അപ്പൊ ഈ കഴിഞ്ഞ ജനുവരി 16 അല്ലേ? അതെ. ഓ 55 വയസ്സ്. ഞാൻ പ്ലസ് ടു. സോറി മാഡം, 42. അല്ല, നിങ്ങൾ എന്താ ടൈം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇല്ല 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 ഇല്ല, അത് ഞാനിപ്പം എനിക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പോലെയാണ് തോന്നിയത്. സോറി, അങ്ങനെ ഞാൻ വേഗം അയവറുത്തതാണ്, എന്നോട് ക്ഷമിക്കുക മാഡം. 2024 ഇപ്പം ജനുവരി 16 ഓർമ്മകളാണ് ഇപ്പൊ കണ്ടത്. അതിനുശേഷം ഈ കാണുന്നതൊക്കെ ഒരുപാട് പേപ്പർ കട്ടിങ്സ് ആണ്. ഓ, എന്റെ ഇങ്ങനെ ഒരുപാട് എണ്ണം മാഡത്തിന്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നെ വരച്ചു തന്നെയാണ് ഒരു പൊട്ടൻ. ഇതുണ്ടോ? വാവ്. ഇതാ ആ പൊട്ടനെ അവൻ തന്നെ വരച്ചിട്ടുമുണ്ട്. ഓ വാവ്. അങ്ങനെ കുറെ പൊട്ടന്മാരെ കൂട്ടുകാരായിട്ടുണ്ടായിരുന്നു മാഡത്തിന്. അതെ, അവരൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ അവരൊക്കെ എവിടെയാ എന്താന്നെങ്കിലും ഒരറിവുണ്ടോ മാഡം? കണ്ടില്ലേ, ഞാൻ ഒരാൾക്ക് എഴുതിയതാണ്. സുഖമാണോ നിനക്ക്? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. നീ എന്താണ് എന്നെ കാണാൻ വരുന്നത്? ശരിക്കും വ്യക്തമായി മാഡം, മാഡം ഒരു എഴുത്തുകാരിയാണെന്ന്. നിങ്ങൾ എന്നെ കളിയാക്കിയതാണോ? ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല മാഡം. അല്ല, +2 ലൈഫിലെ കാര്യമാണല്ലോ പകർത്തിയത്. എഴുത്തുകാരി ആവുന്നത് ഒരു 10 വർഷങ്ങൾക്കൊക്കെ ശേഷമാണല്ലോ. അപ്പം അതിൻ്റെതായ മാഡത്തിന് കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പുന്നുണ്ടോ മാഡം? ഇല്ല. നീ എന്താണ് എന്നെ കാണാൻ വരാത്തത്? ഐ ലവ് യു സോ മച്ച്. എൻ്റെ സ്വത്ത്. അതാരാ നിങ്ങൾ അറിയണ്ട. ഓ, അടുത്തത് നോക്കാം. മാഡത്തിന്റെ ക്രഷ് അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ മാഡം? ആർക്കും ഒരു ക്രഷൊക്കെ ഇല്ലാത്തത്? ഓ, ക്രഷ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇല്ല. ഒന്നിലധികമോ? അതിപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളോടൊക്കെ വെളിപ്പെടുത്തുക? ഇത് കണ്ടോ, ക്ലാസ്സിൽ ഉണ്ടാക്കി കളിച്ച തോണിയാണ്. ഈ തോണി ഞാൻ ഒരു ദിവസം പുഴയിൽ പോയി എൻ്റെ തൊട്ടടുത്തിരുന്ന കൂട്ടുകാരിയായിരുന്നു അത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓ, ഹലോ ഡോങ്കി, നീ പോടാ, നീ പോടാ കൊക്കരെ, നീ പോടാ റൈനോ. അപ്പൊ കൊറേ പേരുകളൊക്കെ ഉണ്ടല്ലേ. ഇങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ മാഡം ഇപ്പൊ അയവർത്തു. തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം മാഡത്തിന്റെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്തതിൽ. എങ്കിലും ആ ക്രഷ് ആരാന്ന് മാഡം പറഞ്ഞില്ല. അത് മാഡം വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഒരാൾ തന്ന ഒരു ലെറ്ററാണിത്. ഓ, ഈ ലെറ്റർ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഓ, ലവ് ലെറ്റർ ആണോ മാഡം? അങ്ങനെ വേണേ പറയാം. ഓ, എങ്കിൽ അത് 2 വരി. എനിക്ക് തമാശയാണ്. 2 വരി വായിക്കാമോ? Dear Diana, how are you? Hope you are fine. I think my head just lost an alphabet and the lost and missing letter is you. Haven't you heard about the story of Jack and Rose and about Titanic? When I saw that film, I was craving for ask a question that will be my Rose. I will be your Jack in all the way. May God bless you as Romeo and Juliet. And at the end, one last question. More. Will you be my Valentine? ഓ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. അതാരാ എന്താന്ന് മാഡം കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ. അതൊക്കെ ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വന്നു. ഓ, മാഡത്തിന് കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒരുപാട് മാറിപ്പോയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടോ മാഡം? തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പം മാഡത്തിന്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും കാണാറുണ്ടോ? അവരൊക്കെ എവിടെയാന്ന് പോലും എനിക്കറിയില്ല. ഓ, അതുകൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു, അന്നേ എനിക്കറിയായിരുന്നു ഇതൊക്കെ ഇതിൽ ഒതുങ്ങിപ്പോവെന്നുള്ള കാര്യത്തിൽ എനിക്ക് തീർച്ചയായിരുന്നു. ഓ, ഒരുപാട് തമാശകളും ഒക്കെ നിറഞ്ഞ 2 വർഷം വേഗം കഴിഞ്ഞു പോയി. ഓ,
അവർക്ക് ഒരുപാട് മാറിപ്പോയി. എനിക്കറിയായിരുന്നു +2 ലൈഫ് ആ 2 വർഷം മാത്രം അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു. ഓ, തുടക്കത്തിലേ അറിയാമായിരുന്നു. ദീർഘവീക്ഷണമുണ്ടല്ലേ? ഇത് കണ്ടോ? ഇത് മാഡം അല്ലേ? അതെ, ഞാനാണ്. ഓ, മാഡത്തിനെ ആരോ വരച്ചു തന്നാന്ന് ഓർക്കുന്നു. ആണല്ലേ? എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് വരച്ചു തന്ന പിക്ചറാണത്. ഓ, അവരെയൊക്കെ മാറ്റാൻ വേണ്ടി തന്നതാ എനിക്കത്. ഓ, ആണല്ലേ? അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സും ബെസ്റ്റ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഒക്കെ നിറഞ്ഞ ഒരു നല്ലൊരു കലാലയ ജീവിതമായിരുന്നു മാഡത്തിൻ്റെ. അതെ അല്ലേ മാഡം? അതെ. ഇപ്പം അത് ഓർക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഭയങ്കര വിഷമം തോന്നുന്നു. അവരൊക്കെ ഒരുപാട് മാറിപ്പോയി. +2 വരെയായിരുന്നു അവരുടെയൊക്കെ സ്നേഹം എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഓ, അതെല്ലാം അവസാനിച്ചു. മാഡത്തിന്റെ ഒരു കൃതികളിൽ അത് കാണാൻ അറിയുന്നുണ്ട്. അവർക്ക് സാധിച്ചില്ല, എന്തോ സാഹചര്യം കാരണോ അറിയില്ല. ഓക്കെ, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് മാഡം. മാഡത്തിൻ്റെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ഇത്രയും നേരം മാറ്റിവെച്ചതിൽ. ഒരുപാട് കൃതികൾ ഞങ്ങൾ പ്രേക്ഷകർ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇത്രയൊരു സമയം കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലത്തിരിക്കാനാണോ മാഡത്തിന് കൂടുതൽ താല്പര്യം? തീർച്ചയായിട്ടും. എനിക്ക് പ്രകൃതിയെ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. പ്രകൃതിയാണ് എല്ലാം. ഓക്കെ, എല്ലാം അതിൽ നിന്നാണ് പഠിച്ചതും. ഓ, പിന്നെ അനുഭവങ്ങളും കൊണ്ട് ഒരുപാട് പഠിച്ചു. ഓ, അനുഭവങ്ങളായിരുന്നു എന്നും ഒരു പാഠം. ഓക്കെ, താങ്ക് യു സോ മച്ച് മാഡം. എന്താ പറയണ്ടേന്ന് അറിയില്ല. വിലപ്പെട്ട സമയം തന്നതിന് ഒരുപാട് നന്ദി. വീണ്ടും ഞാൻ 2-3 വർഷങ്ങൾക്ക് ശേഷം മാഡത്തിനെ കാണാൻ വരുന്നതായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയാനുണ്ട്. മാഡത്തിന് ഒരുപാട് നന്ദി. എൻ്റെ കൂടെ ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് മാഡം. ഗായ്സ്, അപ്പം നമ്മുടെ പ്രശസ്ത എഴുത്തുകാരിയായ ഡയാന റെസ്പെക്റ്റഡ് ഡയാനയുടെ ജീവിതത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരുപാട് നേരം നമ്മളോട് പങ്കുവച്ചു. +1 +2 ലൈഫ് എങ്ങനെയാണെന്നും ഏതാണെന്നും ഒക്കെ വെളിപ്പെടുത്തി. അതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കുറേ കാര്യങ്ങളൊന്നും വിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്ന പുസ്തകം പോലെ മാഡം പറഞ്ഞു. അപ്പോൾ ഇനിയും മാഡത്തിൻ്റെ ഒരുപാട് കൃതികളും എല്ലാം നമ്മൾ വായിക്കാൻ വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുന്നു. അതിലുപരി ഒരുപാട് അഭിമാനം, ഓസ്കാർ എന്നുള്ള വലിയ പുരസ്കാരം വരെ നേടി നമുക്ക് തന്നതിന്. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇതുപോലെ തന്നെ ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.